ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ SCRT 9ാം ക്ലാസ്സിലെ പുതിയ SCRT മാറിയിട്ടുണ്ട് അല്ലേ? 9ാം സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിൽ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2ൽ നമ്മൾ 4ാമത്തെ ലെസൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാമത്തെ ലെസൺ ആണ്, മണലാരണ്യത്തിലൂടെ കേട്ടോ. മണലാരണ്യത്തിലൂടെ ഇതാണ് 5, 6, 7, 8 വരുന്ന പാർട്ട് 2ൽ വരുന്ന 4 ചാപ്റ്ററുകളാണ് ജോഗ്രഫിയുടെ. അതിൽ ഇതും 5ഉം 6ഉം നമുക്ക് ഏതിൽ വരുന്നതാണ്? എക്കണോമിക്സ് വിഭാഗത്തിൽ വരുന്നതാണ്. നമുക്ക് പ്രിലിംസിന് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇപ്പം അത് എടുക്കുന്നില്ല കേട്ടോ. ഇനി തീരങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലത്തെ കുറിച്ചിട്ട് പുതിയ പോയിന്റുകൾ ഇഷ്ടംപോലെ അതിൽ കിടക്കുന്നുണ്ട്. കാരണം എക്സാമിന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് മേക്കിംഗ് തന്നെ ആവും കേട്ടോ. എക്സാം എന്നൊരു നല്ല റാങ്ക് മേക്കിംഗ് എക്സാം ആയിട്ട് മാറും. അപ്പൊ നന്നായിട്ട് പഠിച്ചു മാറ്റണം. ഇന്ന് നമ്മൾ എടുക്കുന്നത് മണലാരണ്യത്തിലൂടെ എന്ന ലെസൺ ആണ് എടുക്കുന്നത്. ഈ മണലാരണ്യത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മരുഭൂമികളില്ലേ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ലെസൺ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, തീരങ്ങളിലൂടെ എങ്ങനെയാണോ അതിൻ്റെ അതിനേക്കാൾ എക്സ്ട്രാ ആണ് ഇത് ഈ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ പുതിയ പോയിന്റുകൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മരുഭൂമി എന്നുള്ളതിൽ പഠിക്കുന്നതിൽ ഉണ്ട് കേട്ടോ. ഈ ലെസണിൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. അടുത്ത എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വായിച്ച് പഠിക്കാത്തവർ എന്ത് ചെയ്യും? നല്ല കുരുക്ക് വീഴും. കാരണം അവർക്ക് നല്ല രീതിയിൽ മാർക്ക് കമ്മിയാകും. വ്യക്തമായി പഠിച്ച് അതിന് മാർക്കാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റാങ്കും എന്ത് ചെയ്യും? നമ്മൾ മുന്നിലോട്ട് വരും. നിങ്ങൾ ലെസൺ കാണുമ്പോൾ തന്നെ അറിയും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ്ടോ മണലാരണ്യത്തിലൂടെ എന്ന ലെസൺ. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഈ ലെസൺ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെസൺ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതിനേക്കാൾ നല്ലത് ഇതിൽ നിന്നുള്ള നിങ്ങൾ ലെസൺ വായിച്ചോ. ഞാൻ ഇതിൽ നിന്നുള്ള പോയിന്റുകളെല്ലാം ഒരൊറ്റ പോയിന്റ് വിടില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഒരു പോയിന്റ് പോലും വിടില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ എഴുതിയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? അത് കേട്ട് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇതൊന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ നല്ല രീതിയിൽ ഈ ലെസണ് മാർക്ക് കിട്ടും. ഇതാണ് കണ്ട ലെസണ്. എന്താണ് മരുഭൂമികള്, താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതുണ്ടോ എല്ലാം ഇന്ത്യ മരുഭൂമികളിൽ എന്താണ് അതിന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. മരുസ്ഥലി, ബാഗർ, രാജസ്ഥാൻ ബാഗർ, അതുപോലെ ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലൂണി നദിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മരുഭൂമികളുടെ വിശേഷണങ്ങൾ തന്നെയാണ് പറയുന്നത്. അതേപോലെ മരുഭൂമികളുടെ സവിശേഷതകള്, മരുഭൂമിയിലുള്ള മരുപ്പച്ചകള്, മരുഭൂമിയിലെ കാലാവസ്ഥ എന്താണ്, പിന്നെ അവിടുത്തെ സസ്യജാലങ്ങള്, അവിടുത്തെ മണ്ണ് എങ്ങനെയാണ്, ജന്തുജാലങ്ങൾ എങ്ങനെയാണ്, മണൽപ്പരപ്പിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, കൃഷി അവിടുത്തെ എങ്ങനെയാണ്, ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മരുഭൂമികളിലെ മൃഗപരിപാലനം, മരുഭൂമികളിലെ ഖനനം, കരകൗശല വ്യവസായം, ഇതൊക്കെയാണ്. ഊർജ ഉൽപാദനം, അവിടുത്തെ വിനോദ ഒക്കെ. നമ്മൾ ഇന്ന് ഇന്ത്യൻ മരുഭൂമികളാണ് കേട്ടോ. മരുഭൂമികൾ ഈ ലെസണിൽ തന്നെ ഫുള്ളും എന്താണ് പറയുന്നത്? മരുഭൂമികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? നോക്കിയിട്ട് പോയിന്റ് പറഞ്ഞു തരാം. നിങ്ങളൊപ്പം പഠിച്ച് മാറ്റണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ. നമ്മുടെ ഒരു മരുഭൂമി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 25 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഏത് പറയുന്നത്? മരുഭൂമികൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ പോയിന്റുകൾ ശ്രദ്ധിച്ചോ. 25 കേട്ടോ. 25 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പൊ മരുഭൂമികൾ ഉഷ്ണ മരുഭൂമി ഉണ്ടാകും, ശീത മരുഭൂമി ഉണ്ടാകും. ശീത മരുഭൂമി എന്തായിരിക്കും? അവിടെ ലേറ്റ് ആയിട്ടെങ്കിലും ആ മണ്ണിലൊക്കെ തണുപ്പിന്റെ ലവണമല്ല, ജലാംശം ഉണ്ടാകും. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടെങ്കിലും മഴകൾ ലഭിക്കുന്ന സ്ഥലത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ശീതമരുഭൂമി എന്ന് പറയുന്നത്. പക്ഷെ ഉഷ്ണമരുഭൂമി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ 25 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ നമ്മൾ പറഞ്ഞു മരുഭൂമികൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഉഷ്ണമരുഭൂമികൾ എന്താണെന്നുള്ളത് നോക്കാം. ഉഷ്ണമരുഭൂമി ട്ടോ. ഉഷ്ണമരുഭൂമികൾ എന്താണ് ഉഷ്ണമരുഭൂമികളുടെ പ്രത്യേകത? ഇത് 15 ഡിഗ്രി സെൽഷ്യസ് ട്ടോ. 15 ഡിഗ്രി സെൽഷ്യസ് ടു 15 ഡിഗ്രി സെൽഷ്യസ് അല്ല, 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉഷ്ണമരുഭൂമി എന്ന് പറയുന്നത് 15 ഡിഗ്രി ടു 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണമരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത എന്തായിരിക്കും? നല്ല വരണ്ടതായിരിക്കും അല്ലെ. വരണ്ടത് ആയിരിക്കും. പിന്നെ പറയുന്നത് വളരെ ഉയർന്ന താപനിലയായിരിക്കും പകൽ സമയത്ത് ട്ടോ. പകല് ഉയർന്ന
താപനിലയായിരിക്കും. പകൽ ഉയർന്ന താപനില, രാത്രി സമയത്ത് എന്തായിരിക്കും? താഴ്ന്ന താപനിലയായിരിക്കും. ദൈനിക താപാന്തരം കൂടുതലാണ് കേട്ടോ. ദൈനിക താപാന്തരം അതായത് ദിവസം തോറും, ദിവസേന എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഓരോ ദിവസവും ദൈനിക താപാന്തരം എന്ന് പറയുന്നത് കൂടുതലാണ് കേട്ടോ. ദൈനിക താപാന്തരം കൂടുതലാണ്. ഓക്കെ. അതേപോലെ ഈ മരുഭൂമി എന്ന് പറയുന്നത് ഡെസേർട്ടം ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏതുണ്ടായത്? ഡെസേർട്ട് എന്ന പദം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഡെസേർട്ട് എന്നാൽ എന്താണ്? മരുഭൂമി എന്ന് പറയും അല്ലേ? ശരിക്കും ഇതിന്റെ ഈ ഡെസേർട്ട് എന്നതിന്റെ അർത്ഥം, നമ്മളിപ്പോൾ ഡെസേർട്ട് മരുഭൂമി എന്ന് പറയുന്നത്, അപ്പൊ ശരിക്കും അർത്ഥം എന്താണ്? ഈ മരുഭൂമി എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് കേട്ടോ. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് കേട്ടോ. ഇനി മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം എന്ത് പറയുന്നു? മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം എറൈമോളജി കേട്ടോ. എറൈമോളജി ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കായിട്ട് മാറ്റണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മരുഭൂമികളെ കുറിച്ചിട്ട് ബേസിക്. അതിൽ ഞാൻ പറഞ്ഞു 100% ഞാൻ പറയണം, ഒരു പോയിന്റ് ഞാൻ തന്നു വിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആ ലെസൺ വായിച്ച് നോക്കിക്കോ. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് കിട്ടില്ല പോയിന്റ്, കാരണം ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ആ ലെസൺ വായിച്ചു നോക്കി നോട്ട് റെഡിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ നോട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലെസൺ വായിക്കണമെങ്കിൽ വായിക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ലെസൺ ഇട്ടു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മരുഭൂമികൾ എന്ന് പറയുമ്പോൾ 25 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. ഒപ്പം പഠിച്ചു വന്നു. ഇനി ഒരു ഉഷ്ണമരുഭൂമി എന്ന് പറയുന്നത് 15 ഡിഗ്രി ടു 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ അതുപോലെ വരണ്ടതായിരിക്കും. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ വരണ്ടതാണ് അല്ലെ? പകൽ സമയത്ത് ഉയർന്ന താപനിലയായിരിക്കും, രാത്രി താഴ്ന്ന താപനിലയായിരിക്കും. ദൈനിക താപാന്തരം കൂടുതലാണ്. ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ട് എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് കേട്ടോ. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം എറൈമോളജിയാണ്. മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം എറൈമോളജിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ലെസൺ വായിച്ചിട്ട് പറഞ്ഞു തന്നാൽ മതിയോ, അത് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതിയോ? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. എന്നാലും എനിക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ലെസൺ എടുക്കുന്ന സമയത്ത് ആ ലെസൺ വായിച്ചിട്ട് തന്നെ പറഞ്ഞു പോകാം. അതോ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ പറയണം. താഴെ കമന്റ് ചെയ്താലേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് താർ മരുഭൂമിയെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. താർ മരുഭൂമി നമുക്കറിയാം, രാജസ്ഥാനിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് അല്ലെ താർ മരുഭൂമി എന്ന് പറയുന്നത്. താർ മരുഭൂമിയെ കുറിച്ചിട്ട് ഓരോരോ പോയിന്റ് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. വടക്ക് പടിഞ്ഞാറ്, താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് കേട്ടോ. ആ മാപ്പിന്റെ ഭൂപടത്തിൽ ഇത് ചിന്തിക്കണം. താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഏതാണ്? സത്ലജ് തീരമാണ് കേട്ടോ. സത്ലജ് തീരമാണ്. വടക്ക് പടിഞ്ഞാറ്, താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് സത്ലജ് തീരമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സിന്ധു ആണ് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതീരമാണ്. കിഴക്ക് ഭാഗത്ത്, താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത്, ഈ 4 പോയിന്റ് ഈ അതിർത്തികൾ പറഞ്ഞു തരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എന്നാലേ ഇനി വരുന്ന പോയിന്റുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കിഴക്ക് അരാവലി നിരകളാണ് കേട്ടോ. കിഴക്ക് അരാവലി നിരകളാണ്. തെക്കു ഭാഗത്ത് റാൻ ഓഫ് കച്ച് ആണ്. തെക്കു ഭാഗത്ത് റാൻ ഓഫ് കച്ച് കേട്ടോ. റാൻ ഓഫ് കച്ച്. ഓക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സത്ലജ് തീരമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു തീരമാണ്. കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ്. തെക്കു ഭാഗത്ത് റാൻ ഓഫ് കച്ച് ആണ്. പഠിച്ചല്ലോ. ഇനി ഈ താർ മരുഭൂമിയുടെ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കേട്ടോ. അതായത് ഈ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. പിന്നെ താർ മരുഭൂമിയെ കുറിച്ചിട്ട് പറയുന്ന പോയിന്റുകൾ ഓരോന്ന് ശ്രദ്ധിച്ചോ. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടോ? താർ മരുഭൂമിയുടെ വിസ്തൃതി പഠിച്ചിട്ടുണ്ടോ? നോക്കി, ഈ ലെസണിൽ ഈ പോയിന്റുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് താർ മരുഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ഈ 2 ലക്ഷത്തില് 1.75 ലക്ഷം, അതായത് 1.25 ലക്ഷവും എവിടെയാണ്? 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും എവിടെ തന്നെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഇനി ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ബാക്കി എത്ര വരും? 2.5 അല്ലേ?
25 വരും അല്ലേ? അതായത് 1/4 ലക്ഷം. ഈ 2 ലക്ഷത്തിൽ 1.75 ലക്ഷം ഇന്ത്യയിൽ വരും. ബാക്കിയുള്ള 0.25 എത്ര വരും? 1/4 ലക്ഷം വരും അല്ലേ? 1/4 ലക്ഷം എവിടെയാണ് വരുന്നത്? പാക് പ്രദേശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പാക്കിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളില് തുടർച്ചയായിട്ട് കാണും കേട്ടോ. എങ്ങനെയാണ്? പാക്ക് കേട്ടോ. പാക്ക് പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിൽ കേട്ടോ. പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലായിട്ട് ഇതിന്റെ ബാക്കി തുടർച്ച കാണാൻ കഴിയും കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് താർ മരുഭൂമിയുടെ ഇന്ത്യയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു. ഈ 1.75 ലക്ഷത്തിൽ തന്നെ 2/3 ഭാഗവും, ഈ 1.75 ലക്ഷത്തിന്റെ 2/3 ഭാഗവും എവിടെ തന്നെയാണ്? ഈ താർ മരുഭൂമി രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ. രാജസ്ഥാനിൽ തന്നെയാണ്. ബാക്കി വരുന്ന ആ ഒരു ഭാഗം അല്ലെ, 2 ഭാഗം രാജസ്ഥാനിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 1.75 ലക്ഷത്തിലെ 3/4 ഭാഗവും എവിടെ തന്നെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. എന്നാൽ ബാക്കി വരുന്ന ഒരു ഭാഗം ഹരിയാന സംസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ. ബാക്കി ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് ഭാഗങ്ങളിലാണ്. ബാക്കിയുള്ള ഒരു ഭാഗം, ബാക്കിയുള്ള 2 ഭാഗവും എവിടെയാണ്? രാജസ്ഥാൻ ഭാഗത്താണ് ഫുള്ളായിട്ട് ഈ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിക്കണം കേട്ടോ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മഴ തീരെ കുറവാണ് അല്ലേ? മരുഭൂമി എന്ന് പറയുമ്പോൾ മഴ തീരെ കുറവായതുകൊണ്ടല്ലോ അവിടെ മരുഭൂമിയാകുന്നത് അല്ലേ? മഴ തീരെ കുറവാണ്. പിന്നെ ഈ തെക്കു പടിഞ്ഞാറ് മൺസൂണിന്റെയും അതുപോലെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് തെക്കു പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട്, വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലേ? കാരണം തുലാവർഷം കഴിഞ്ഞു അല്ലെ. തുലാവർഷം കഴിഞ്ഞ് വടക്ക് കിഴക്കൻ മൺസൂൺ, അതായത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടമാണ് നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ളത് അല്ലെ. അപ്പോൾ പൊതുവെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് നമുക്ക് ധാരാളമായിട്ട് മഴ ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഈ രാജസ്ഥാൻ, ഈ താർ മരുഭൂമിയിൽ മഴ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഈ തെക്കു പടിഞ്ഞാറ് മൺസൂണിൽ നിന്നും ഇവിടെ മഴ ലഭിക്കാത്തത് കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കിഴക്കു ഭാഗത്ത് താർ മരുഭൂമിയുടെ കിഴക്കു ഭാഗത്ത് അരാവലി നിരകളാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ അരാവലി പർവ്വതനിര എന്ത് ചെയ്യാണ്? അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഉൾപ്രദേശങ്ങളിലൊന്നും ഈ തെക്കു പടിഞ്ഞാറ് മൺസൂൺ എന്ത് ചെയ്യില്ല? പ്രവേശിക്കുന്നില്ല കേട്ടോ. അപ്പൊ തെക്കു പടിഞ്ഞാറ് മൺസൂൺ താർ മരുഭൂമിയില് മഴ ലഭിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ, അവിടെ അരാവലി പർവ്വതനിരകൾ, കിഴക്ക് ഭാഗത്തുള്ള അരാവലി പർവ്വതനിരകളെ സമാന്തരമായിട്ടാണ് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് സമാന്തരമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്കൊന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരണ്ടു കിടക്കുകയാണ്. അതുകൊണ്ടാണ് രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലൊന്നും പ്രവേശിക്കാത്തത് കൊണ്ടാണ് അവിടെ മഴ മരുഭൂമിയായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് വടക്ക് കിഴക്കൻ മൺസൂണും താർ മരുഭൂമിയിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ ലഭിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെ എന്ത് പറയും? ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ, ഈ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ കിഴക്ക് നിന്നും എവിടോട്ടാണ് സഞ്ചരിക്കുന്നത്? പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ കാറ്റിനെ ഈ അരാവലി പർവ്വതനിര എന്ത് ചെയ്യാണ്? തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അരാവലി പർവ്വതനിര ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പെയ്യുന്ന ഈ വടക്ക് കിഴക്കൻ മൺസൂണിനെ അരാവലി പർവ്വതനിര അവിടെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? മഴ ലഭിക്കുന്നില്ല അല്ലെ. വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖയാണ് അല്ലെ. ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. തെക്കു പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ അറബിക്കടൽ ശാഖയാണ്. അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് എന്തുകൊണ്ട് മഴ ലഭിക്കുന്നില്ല? കാരണം അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് രാജസ്ഥാനിന്റെ ഉൾപ്രദേശങ്ങളിലേക്കൊന്നും മഴ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയായ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും രാജസ്ഥാൻ പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന വടക്ക് കിഴക്കൻ മൺസൂണ് ഈ അരാവലി പർവ്വതനിര തടഞ്ഞു നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അരാവലി പർവ്വതനിര ഈ മൺസൂണിനെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് രാജസ്ഥാൻ പ്രദേശത്തിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല? ഈ വടക്ക് കിഴക്കൻ മൺസൂണും പറയുന്നത്. അപ്പൊ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട
പഠിക്കണം. രണ്ട് മൺസൂൺ കാലാവസ്ഥയും, അതായത് മൺസൂണിന്റെ ആരംഭവും മൺസൂണിന്റെ പിൻവാങ്ങലും രണ്ടും എവിടെ കിട്ടുന്നില്ല? രാജസ്ഥാൻ മരുഭൂമിയിൽ കിട്ടുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ താർ മരുഭൂമിയുടെ പ്രദേശങ്ങളിലൊക്കെ എന്താണ്? ഉയർന്ന ബാഷ്പീകരണ തോതാണ്. കാരണം ലേറ്റ് ആയിട്ട് ഇപ്പൊ മഴ പെയ്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിനെ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ ഉയർന്ന ബാഷ്പീകരണ തോതാണ് അവിടെ. അപ്പൊ അവിടെ എന്താകും? വരണ്ട് കിടക്കും അല്ലെ? ഉയർന്ന ബാഷ്പീകരണ തോത്. അതുപോലെ ആ ഭാഗത്തൊക്കെ രാജസ്ഥാനിലൊക്കെ എന്ന് പറയുന്നത് വരണ്ട കാറ്റാണ്. എന്താണ്? വരണ്ട കാറ്റാണ്. അതുകൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യത അവിടെ കുറയ്ക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താർ മരുഭൂമിയെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. ഇനി ഈ താർ മരുഭൂമിയെ രണ്ടാക്കി തരംതിരിക്കുന്നുണ്ട്. മരുസ്ഥലി ഭാഗർ എന്നും രാജസ്ഥാൻ ഭാഗർ എന്നും നമുക്ക് പഠിക്കാം. അപ്പൊ ഈ താർ മരുഭൂമിയെ കുറിച്ച് രണ്ടാക്കി വിശേഷണം അവിടെ നിൽക്കട്ടെ. അപ്പൊ താർ മരുഭൂമിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കി വരാം കേട്ടോ. ഒപ്പം നിങ്ങൾ പറഞ്ഞു വരണം. താർ മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് സത്ലജ് തീരമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു തീരമാണ്. കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ്. തെക്കു ഭാഗത്ത് റാൻ ഓഫ് കച്ചാണ്. ആ 4 ആദ്യം പഠിക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതിൽ 1.75 ലക്ഷവും ഇന്ത്യയിലാണ്. ബാക്കി വരുന്ന 1.25 ലക്ഷം അല്ലെ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലായിട്ട് തുടരുന്നു. പിന്നെ ഈ 1.75 ലക്ഷത്തില് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് താർ മരുഭൂമി. നമ്മൾ പഠിക്കുമ്പോൾ താർ മരുഭൂമി രാജസ്ഥാൻ എന്ന് പഠിക്കുന്നതിൽ വേറെ സംസ്ഥാനങ്ങൾ പഠിക്കാറുണ്ട്? ഇല്ല. ബാക്കിയുള്ള ഒരു ഭാഗം 3 സംസ്ഥാനങ്ങളായിട്ടാണ് വരുന്നത്. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് കേട്ടോ. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. പിന്നെ താർ മരുഭൂമിയിൽ മഴ തീരെ കുറവാണ്. തെക്കു പടിഞ്ഞാറ് മൺസൂണിന്റെയോ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും മഴയൊന്നും അവിടെ തീരെ ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ രാജസ്ഥാൻ മരുഭൂമിയിൽ മഴ വളരെ കുറവാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും ഒക്കെ മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ താർ മരുഭൂമിയെ കുറിച്ചിട്ടുള്ള പോയിന്റുകൾ ഫുള്ള് മനസ്സിലായല്ലോ അല്ലെ? ഫുൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്നും കൂടി കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മതി എങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? ആ ലെസൺ എടുത്ത് വായിച്ചു തരണമെങ്കിൽ വായിച്ചു തരും. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇനി നമുക്ക് താർ മരുഭൂമിയെ രണ്ടാക്കി തരംതിരിക്കാം കേട്ടോ. രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് മരുസ്ഥലി. മരുസ്ഥലി അതിന്റെ മറ്റൊരു പേരുകള് വരണ്ട സമതലം കേട്ടോ. വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി. രണ്ടാമത്തേത് ഏതാണ്? രാജസ്ഥാൻ ഭാഗർ കേട്ടോ. രാജസ്ഥാൻ അതായത് അർദ്ധ മരുഭൂമി കേട്ടോ. അർദ്ധ മരുഭൂമി അല്ലെങ്കിൽ അർദ്ധ വരണ്ട സ്ഥലം കേട്ടോ. അർദ്ധ വരണ്ട സ്ഥലം. ഓക്കെ. അപ്പൊ ഇതാണ് രണ്ടാക്കിയിട്ട് തരംതിരിക്കുന്നത്. 1 മരുസ്ഥലിയും 2 രാജസ്ഥാൻ ഭാഗറും കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് മരുസ്ഥലിയെ കുറിച്ചിട്ട് പറഞ്ഞു പോകാം. മരുസ്ഥലി എന്തൊക്കെയാണ് നമുക്ക് മരുസ്ഥലിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്? മരുസ്ഥലിയും പഠിക്കണം, രാജസ്ഥാൻ ഭാഗറും പഠിക്കണം. മരുസ്ഥലിയെ കുറിച്ചിട്ട് നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഗ്രാനൈറ്റ് മരുസ്ഥലി എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, അതുപോലെ ഷിസ്റ്റ്, നെയ്സ് കേട്ടോ. ഗ്രാനൈറ്റ്, ഷിസ്റ്റ്, നെയ്സ് തുടങ്ങിയവ നിർമ്മിതമായ തടശിലകള് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മരുസ്ഥലി ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. ഉയർന്നു നിൽക്കുന്നു. ഓക്കെ. ഗ്രാനൈറ്റ്, ഷിസ്റ്റ്, നെയ്സ് തുടങ്ങിയ ശിലകൾ കേട്ടോ. ഇതുമൂലം രൂപം കൊണ്ടിട്ടുള്ള തടശിലകളാൽ ഉയർന്നു നിൽക്കുന്ന ഭൂരൂപങ്ങൾ എന്ത് ചെയ്യും? ഈ മരുസ്ഥലി ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ അടിസ്ഥാന ശിലകള് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മരുസ്ഥലി ആ ഭാഗപ്രദേശം നമ്മുടെ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി പഠിക്കാറില്ലേ? അതിന്റെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉയരം എത്രയെന്നറിയോ? ഈ മരുസ്ഥലിയുടെ ഉയരം എന്ന് പറയുന്നത് 200
200 to 250 മീറ്റർ വരെയാണ്. 200 to 250 മീറ്റർ വരെയാണ്. ഈ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകളാണ് കേട്ടോ. മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകളും പടിഞ്ഞാറ് ഭാഗത്ത് മണൽക്കൂനകളുമാണ്. മണൽക്കൂനകളുമാണ്. ഇത്രയും പോയിന്റ് പഠിച്ചോ. ഇനി ഇവിടെ വെരി ഇമ്പോർട്ടന്റ് പഠിച്ചോ. ഈ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽക്കൂനകളെ പറയുന്ന പേര്. ചോദ്യം ഇങ്ങനെ വരും. മരുസ്ഥലി ഭാഗത്ത് കണ്ടുവരുന്ന രാജസ്ഥാൻ മരുഭൂമിയുടെ അല്ലെങ്കിൽ താർ മരുഭൂമിയുടെ ഭാഗമായി വരുന്ന മരുസ്ഥലിയിലെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽക്കൂനകൾ അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ ദ്രിയാൻ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽക്കൂനകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ദ്രിയാൻ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മരുസ്ഥലിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. മരുസ്ഥലി എന്തൊക്കെ പഠിക്കും? നമ്മൾ പറഞ്ഞത് താർ മരുഭൂമിയെ രണ്ടാക്കി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് മരുസ്ഥലിയും 2 രാജസ്ഥാൻ ബാഗറും. നമ്മൾ പഠിച്ചു മരുസ്ഥലി എന്താന്ന് പഠിച്ചു. ഗ്രാനൈറ്റ്, ഷിസ്റ്റ്, നെയ്സ് തുടങ്ങിയവ നിർമ്മിതമായ തടശിലകള് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്നു നിൽക്കുന്നുണ്ട്. 200 മുതൽ 250 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകളാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് മണൽക്കൂനകളാണ്. മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽക്കൂനകളെ അറിയപ്പെടുന്ന പേരാണ് ദ്രിയാൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ മരുസ്ഥലി ഒക്കെ ആയല്ലോ. ഇനി നമുക്ക് രാജസ്ഥാൻ ബാഗർ നോക്കാം. നമുക്കിനി രാജസ്ഥാൻ ബാഗർ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ഡിവിഷനായ രാജസ്ഥാൻ ബാഗർ പഠിക്കാം. ഓരോരോ പോയിന്റ് ഒപ്പം പഠിച്ചു വരണം. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗമാണ് കേട്ടോ. താർ മരുഭൂമി നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ കിഴക്കൻ ഭാഗമാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഹ്രസ്വകാല ഒഴുക്കുള്ള എന്ത് കാണപ്പെടുന്നുണ്ട്? അരുവികൾ കാണപ്പെടുന്നുണ്ട്. അതായത് ചെറുതായിട്ടെങ്കിലും ഇവിടെ എന്തുണ്ട്? ജലത്തിന്റെ അംശം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഹ്രസ്വകാല ഒഴുക്കുള്ള അരുവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രാജസ്ഥാൻ ബാഗറിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ ഈ രാജസ്ഥാൻ ബാഗറിൽ തുരുത്തുകൾ കാണപ്പെടുന്നുണ്ട്. ആ തുരുത്തുകൾ അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ? ഇവിടുത്തെ തുരുത്തുകള് രോഹി എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. രോഹി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. തുരുത്തുകൾ, രാജസ്ഥാൻ ബാഗറിലെ തുരുത്തുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? രോഹി എന്നറിയപ്പെടുന്നുണ്ട്. ഈ രോഹി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കൃഷി ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി സാധ്യമാക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള എല്ലാ കാലാവസ്ഥയുള്ള പോലെ കൃഷി ഉണ്ടാകില്ല. പക്ഷെ ചെറുതായിട്ടെങ്കിലും വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി സാധ്യമാക്കുന്നുണ്ട്. രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? ലൂണി നദി അല്ലെ? ലൂണി നദി പോയി പതിക്കുന്നത് എവിടേക്കാണ് ലൂണി നദി ചെന്ന് ഒഴുകുന്നത്? റാൻ ഓഫ് കച്ചിലേക്കാണ് ഒഴുകുന്നത് കേട്ടോ. ലൂണി നദി റാൻ ഓഫ് കച്ചിലേക്ക് എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു കേട്ടോ. ലൂണി നദി റാൻ ഓഫ് കച്ചിലേക്ക് ഒഴുകുന്നു. ഇനി ഈ ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് ഒരു മണൽ പരപ്പുണ്ട് കേട്ടോ. ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് ഒരു മണൽപ്പരപ്പുണ്ട്. ആ മണൽപ്പരപ്പിനെ അറിയപ്പെടുന്ന പേരാണ് താലി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. താലി എന്ന് അറിയപ്പെടുന്നു. പഠിച്ചോ? രാജസ്ഥാൻ ബാഗറിനെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ SIRT-ൽ കിടക്കുന്നത്. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഹ്രസ്വകാല ഒഴുക്കുള്ള അരുവികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഈ രാജസ്ഥാൻ ബാഗറിൽ തുരുത്തുകൾ കാണപ്പെടുന്നുണ്ട്. ആ തുരുത്തുകൾ അറിയപ്പെടുന്ന പേരാണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രോഹി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ രോഹി എന്ന ഭാഗത്ത് കൃഷി സാധ്യമാക്കുന്നു. രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി റാൻ ഓഫ് കച്ചിലേക്കാണ് ഒഴുകുന്നത്. ലൂണിയുടെ വടക്ക് ഭാഗത്ത് ഒരു മണൽപ്പരപ്പ് കാണപ്പെടുന്നുണ്ട്. ആ മണൽപ്പരപ്പിനെ പറയുന്ന പേരാണ് താലി എന്നറിയപ്പെടുന്നത്. അപ്പൊ മരുസ്ഥലി ബാഗർ നമ്മൾ പഠിച്ചു. രാജസ്ഥാൻ ബാഗറും ഇനി രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് പഠിക്കണം കേട്ടോ. രാജസ്ഥാൻ ബാഗർ പഠിച്ചത് നമ്മളവിടെ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. രാജസ്ഥാൻ ബാഗർ കുറച്ചും കൂടി പോയിന്റുകളുണ്ട്, പഠിച്ചോ. ഒന്ന്, നമ്മുടെ രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് എന്തുണ്ട്? ഉപ്പ് തടാകങ്ങളുണ്ട് കേട്ടോ. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ഉപ്പ് തടാകങ്ങളുണ്ട്. ആ ഉപ്പ് തടാകങ്ങളിൽ പ്രധാനപ്പെട്ട തടാകമാണ് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് സാമ്പാർ തടാകം എന്ന് പറയല്ലേ. സാമ്പാറിൽ ഉപ്പിടുക എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. സാമ്പാർ തടാകം രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം എന്ന് പറയുന്നത്. അതായത് ഈ സാമ്പാർ തടാകം വന്നിട്ട് ജയ്പൂർ ഉണ്ടല്ലോ,
ജയ്പൂര്. ഈ ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ജയ്പൂരിന് 65 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ മഴക്കാലത്ത് ഈ സാമ്പാർ തടാകം മഴക്കാലമാകുന്ന സമയത്ത് കേട്ടോ, മഴക്കാലത്ത് മാത്രമാണ്, ഈ മഴക്കാലത്ത് മാത്രം എന്താണ് 225 കേട്ടോ, 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കൈവരിക്കും. എപ്പോ? മഴക്കാലത്ത്. പക്ഷെ വേനൽക്കാലം ആകുമ്പോൾ എന്ത് ചെയ്യും? കാരണം ഒരു ലവണ തടാകമാണ് അല്ലെ, അതൊരു ഉപ്പ് തടാകമാണ് അല്ലെ. അപ്പൊ ഈ വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുകയാണ്? ഈ 225 ചതുരശ്ര കിലോമീറ്റർ അവിടെ ഉണ്ടാകില്ല. അത് എന്ത് ചെയ്യും? ചുരുങ്ങും. ഓക്കെ. അപ്പോൾ മഴക്കാലത്ത് 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി സാമ്പാർ തടാകത്തിന് വരും. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ ഈ എന്താണ് ഉപ്പ് തടാകം ഒന്ന് പറഞ്ഞു, നമ്മൾ സാമ്പാർ തടാകം പറഞ്ഞു. അതിന് പുറമെ വേറെയുണ്ട്, മറ്റു ഉപ്പ് തടാകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് വരുന്നത്? ദിദ്വാന. ഇതാണ് ദിദ്വാന ഉപ്പ് തടാകം, സർഗോള്, അതുപോലെ കാത്തു അല്ലേ. അപ്പൊ ഇന്നലെ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ പാട്ട് പാടി, ഇങ്ങനെ ഇങ്ങനെ ഒരു മ്യാവു മ്യാവു മറ്റൊരു പാട്ടില്ലേ, ഒരു കാത്തു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. അപ്പൊ അത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടോ, നമുക്ക് ഓർമ്മ കിട്ടണ്ടേ. അതിനു വേണ്ടിയിട്ട് ദിദ്വാന, സർഗോൾ, കാത്തു ഇതൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട തടാകങ്ങൾ കേട്ടോ രാജസ്ഥാൻ ബാഗാറില്. അതേപോലെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടാകങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ് എന്താണ്? രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്താണ് എന്ന് പറഞ്ഞു. ഹ്രസ്വകാല ഒഴുക്കുള്ള അരുവികൾ ഇവിടെ കാണപ്പെടാറുണ്ട്. പിന്നെ ഇവിടുത്തെ തുരുത്തുകൾ, രാജസ്ഥാൻ ബാഗറിൽ തുരുത്തുകൾ കാണപ്പെടാറുണ്ട്. ആ തുരുത്തുകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞത് രോഹി എന്നറിയപ്പെടുന്ന തുരുത്തുകൾ കാണപ്പെടാറുണ്ട്. ഈ രോഹി ഭാഗത്ത് കൃഷികൾ സാധ്യമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി എന്ന് പറഞ്ഞു. ലൂണി എവിടേക്കാണ് പോയി ചെന്ന് ഒഴുകുന്നത്? റാൻ ഓഫ് കച്ചിലേക്കാണ് ഒഴുകുന്നത് അല്ലെ. ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് ഒരു മണൽ പരപ്പുണ്ട്. ആ മണൽ പരപ്പിനെ പറയുന്ന പേരാണ് താലി ട്ടോ. രോഹിയും താലിയും രാജസ്ഥാൻ ബാഗൽ പ്രദേശത്താണ് വരുന്നതാണെന്നുള്ളത് ചിന്തിക്കുക കേട്ടോ. അപ്പൊ ഈ രോഹി എന്ന് പറയുന്നത് തുരുത്തുകളും, രോഹി എന്താണ്? തുരുത്ത്. രോഹി തുരുത്ത്, താലി മണൽപ്പരപ്പ്, മണൽ പരപ്പ് അല്ലെ. താലിയാണ് തുരുത്തെങ്കിലും ഒരു കണക്റ്റെങ്കിലും ചെയ്യായിരുന്നു അല്ലെ. താലി ഒരു കുരുക്കാണ് എന്നുള്ളതെങ്കിലും ചിന്തിക്കായിരുന്നു അല്ലെ. താലി മണൽപ്പരപ്പ്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലൂണി നദിയെ കുറിച്ചിട്ട്, ലൂണി നദി നമ്മൾ പഠിക്കാൻ പോണുള്ളൂ. ലൂണി നദി പ്രധാനപ്പെട്ട നദിയാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് രാജസ്ഥാൻ ഭാഗത്ത്. പിന്നെ എന്തൊക്കെയാണ് കണക്ട് ചെയ്തത്? പിന്നെ ഇവിടെ കാണപ്പെടുന്ന ഉപ്പ് തടാകങ്ങളെ കുറിച്ച് പഠിച്ചു. സാമ്പാർ തടാകം ജയ്പൂരിന് 65 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് 225 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതി ഏതിനു വരും? സാമ്പാർ തടാകത്തിന് വരും അല്ലെ. വേനൽക്കാലത്ത് ഇതിന്റെ വിസ്തൃതി ചുരുങ്ങും, കാരണം മരുഭൂമിയാണ് അല്ലെ. പിന്നെ ദിദ്വാന, സർഗോൾ, കാത്തു ഏതൊക്കെയാണ്? ഇതൊക്കെ ഉപ്പുജല തടാകങ്ങളാണ് കേട്ടോ. ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവയൊക്കെ തടാകങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ മരുസ്ഥലിയും കഴിഞ്ഞു, രാജസ്ഥാൻ ബാഗറും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൂണി നദിയെ കുറിച്ച് പഠിക്കണ്ടേ? ലൂണി നദിയെ കുറിച്ചിട്ട് നമുക്ക് ഇനി കുറെ പോയിന്റുകൾ പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഇനി ലൂണി നദി നോക്കാം കേട്ടോ. ലൂണി കണ്ടോ, ഓരോന്നിനെ കുറിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ പോയിന്റുകൾ എത്രയാണ് SCERT-ൽ കിടക്കുന്നത്. ഇനി ലൂണി നദിയെ കുറിച്ചിട്ട് ഓരോരോ പോയിന്റ് നമുക്ക് നോക്കാം. അതായത് അജ്മീർ ഉണ്ടല്ലോ, ഈ അജ്മീറിന് അടുത്തായിട്ട് അരാവലി പർവ്വതനിര. അപ്പോഴും നോക്കണം ആ കിഴക്കൻ ഭാഗത്തുള്ള പ്രത്യേകത നോക്കൂ. കിഴക്കൻ ഭാഗത്താണ് കേട്ടോ കുറച്ചെങ്കിലും എന്തുള്ളത്? വെള്ളത്തിന്റെ അംശമുള്ളത്. പടിഞ്ഞാറ് ഭാഗത്താണ് തീരെ വരണ്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം അരാവലി പർവ്വതനിര ആ ഭാഗം കിഴക്ക് ഭാഗത്താണല്ലോ അരാവലി പർവ്വതനിര എന്ന് പറയുന്നത്. ഈ ലൂണി അജ്മീറിനടുത്ത് കേട്ടോ, അജ്മീറിനടുത്ത് എവിടെയാണ്? അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് കേട്ടോ. ഉത്ഭവം അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിന്നെന്താണ്? മഴക്കാലത്ത് മാത്രമേ എന്തുള്ളൂ? നീരൊഴുക്കുള്ളൂ കേട്ടോ. മഴക്കാലത്ത് മാത്രമേ നീരൊഴുക്കുള്ളൂ. ഇതിന്റെ പോഷക നദികൾ, ലൂണിയുടെ പോഷക നദികൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ലൂണി നദിയുടെ പോഷക നദികള് പഠിച്ചോ? ലിൽറി, ഇതൊക്കെ SCERT-ൽ കിടക്കുന്നതാണ്. ലിൽറി, സുക്രി, ജവായി.
ഗംഗയുടെയും ബ്രഹ്മപുത്രന്റെയും സിന്ധുവും കൃഷ്ണ കാവേരിയുടെ ഒക്കെ പോഷക നദി പഠിച്ചിട്ടേ നമ്മളൊരു ലെവലായിട്ടായിരിക്കണം. ഇനിയിപ്പോൾ അടുത്തത് ലൂണിയുടെ പോഷക നദിയും കൂടി SCRT നമ്മളെ എടുത്തിട്ട് പെണ്ണപ്പാടില്ലേ, ഇത് പഠിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയോ? പോഷക നദികൾ ഏതൊക്കെയാണ്? ലിറി, സുക്രി, ജവായി കേട്ടോ. പിന്നെ ഈ ഉപ്പ് എന്ന അർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. ലവണവാരി കേട്ടോ, ഇതൊരു സംസ്കൃത പദമാണ്. ഈ പദത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ലൂണി എന്ന പദം ഉൾപ്പെട്ടിരിക്കുന്നത്. 482 കിലോമീറ്റർ ദൂരം പിന്നിട്ടിട്ടാണ് എവിടേക്ക് പോയി ചെന്നെത്തുന്നത്? റാൻ ഓഫ് കച്ചിലേക്ക് ചെന്നെത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റാൻ ഓഫ് കച്ചിലേക്ക് ഒഴുകി എത്തുന്നു എന്ന് പറഞ്ഞു. എത്ര ദൂരം പിന്നിട്ടിട്ടാണ് ലൂണി നദി? 482 കിലോമീറ്റർ ദൂരം പിന്നിട്ടിട്ടാണ് റാൻ ഓഫ് കച്ചിലേക്ക് ഒഴുകി എത്തുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൂണി നദിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഴക്കാലത്ത് മാത്രമേ നീരൊഴുക്കുള്ളൂ. പോഷക നദികളിൽ ലിറി, സുക്രി, ജവായി. ലവണവാരി എന്ന അർത്ഥമുള്ള, ലവണവാരി പറയുമ്പോൾ ഉപ്പ് നദി എന്ന അർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. 482 കിലോമീറ്റർ ദൂരം പിന്നിട്ടിട്ടാണ് റാൻ ഓഫ് കച്ചിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒഴുകിയെത്തുന്നത് കേട്ടോ, ഒഴുകിയെത്തുന്നത്. അപ്പൊ ലൂണി പഠിച്ചു, താർ മരുഭൂമി പഠിച്ചു, താർ മരുഭൂമിയുടെ സബ് ഡിവിഷൻസ് ആയ മരുസ്ഥലി ഭാഗറും രാജസ്ഥാൻ ഭാഗറും പഠിച്ചു, ലൂണി നദി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഈ മരുഭൂമികളിലുള്ള കാലാവസ്ഥകള്, മരുപ്പച്ചകള്, അവിടുത്തെ മണ്ണ്, സസ്യജാലങ്ങള്, ജന്തുജാലങ്ങള്, ജീവിത ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി ഈ മരുഭൂമിയിലുള്ള മരുപ്പച്ച എന്താണ്? എങ്ങനെയായിരിക്കും മരുപ്പച്ചകള്? കാരണം നല്ല ഹരിതാപമായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാകുക? ഇല്ല അല്ലെ. ഇവിടെയുള്ളത് ഈ രാജസ്ഥാൻ മരുഭൂമിയില് പരുത്തി, അതുപോലെ നാരകസസ്യം ട്ടോ, നാരകസസ്യങ്ങള്, പിന്നെ പഴവർഗ്ഗങ്ങള്, പിന്നെ ഗോതമ്പ്, ചോളം, ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. പരുത്തി, നാരകസസ്യങ്ങള്, പഴവർഗ്ഗങ്ങള്, ഗോതമ്പ്, ചോളം എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ നോക്കാം. കാലാവസ്ഥയിൽ നമുക്ക് പഠിക്കാനുണ്ട്. മാർച്ച് മാസത്തില് എന്താണ്? മാർച്ച് മാസത്തിൽ നമുക്കറിയാം അല്ലെ, വേനൽക്കാലമാണ്. അപ്പൊ ഇവിടുത്തെയും അത് കാലാവസ്ഥ എങ്ങനെയാണ്? മാർച്ച് മാസത്തില് വേനൽക്കാലമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനില്, പടിഞ്ഞാറൻ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. ഈ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളില് ദൈനിക താപനില എത്രയായിരിക്കും? 40 ഡിഗ്രി സെൽഷ്യസ് ടു 45. അപ്പൊ ചൂട് നോക്കിയേ, 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. രാജസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ജയ്സാൽമീറിലും ബിക്കാനീറിലും ട്ടോ. ജയ്സാൽമീർ, ബിക്കാനീർ എന്ന രാജസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളില് 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ദൈനിക താപാന്തരം. അതായത് ഇടയ്ക്കല്ല, നമ്മുടെ എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് ആ ഓരോ സമയങ്ങളിലായിരിക്കും അല്ലേ. പക്ഷെ അവിടെ ഡെയിലി എങ്ങനെയാണ്? 40 ഡിഗ്രി സെൽഷ്യസ് ടു 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അതുപോലെ ആർദ്രത തീരെ കുറവായിരിക്കും. തണുപ്പിന്റെ അംശമേ ഉണ്ടായില്ല അല്ലെ. ആർദ്രത എന്തായിരിക്കും? തീരെ കുറവായിരിക്കും. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ലൂ എന്ന ഉഷ്ണക്കാറ്റ്. ലൂ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, വരണ്ട ഉഷ്ണക്കാറ്റ്. എവിടെയാണ്? രാജസ്ഥാനിൽ കാണപ്പെടുന്നുണ്ട്. ലൂ ഉഷ്ണക്കാറ്റ്, വരണ്ട കാറ്റ്, ഇതൊക്കെ എന്താണ്? ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകളാണ് കേട്ടോ. ജൂണില് എന്ത് ചെയ്യും? വേനൽക്കാലം അവസാനിക്കും. ജൂണില് വേനൽക്കാലം അവസാനിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. ജൂണിലും അവസാനിക്കും. ജൂലൈ ടു സെപ്റ്റംബർ വരെ ആയിരിക്കും മഴക്കാലം. ജൂലൈ ടു സെപ്റ്റംബർ വരെ ഈ ഭാഗത്ത് മഴക്കാലമായിരിക്കും. വളരെ കുറഞ്ഞ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മഴക്കാലം എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ വളരെ കുറഞ്ഞ എന്തായിരിക്കും? വാർഷിക മഴയായിരിക്കും ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. പിന്നെ ഈ അരാവലി പറഞ്ഞില്ലേ, നമ്മൾ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഈ അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് ആകെ വാർഷികം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വരണ്ട് കിടക്കാണ്, കിഴക്ക് ഭാഗത്താണ് കുറച്ചെങ്കിലും നമ്മുടെ ജലാംശത്തിന്റെ ഒരു തോത് അനുഭവപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ആകെ അവിടെ എത്രയാണ് വാർഷിക മഴ ലഭിക്കുന്നത്? 76.2 സെന്റിമീറ്റർ മാത്രമാണ്. 76.2 സെന്റിമീറ്റർ പറഞ്ഞാൽ അത്രയും തീരെ മഴ കമ്മിയാണ് അല്ലേ. വാർഷിക മഴ മാത്രമാണ്. അതും എവിടെ? അരാവലിയുടെ കിഴക്ക് ഭാഗത്ത്. അരാവലിയുടെ കിഴക്ക് ഭാഗത്ത്
ഭാഗത്ത് ആകെ എത്ര കിട്ടുന്നുള്ളൂ? 76.2 സെന്റിമീറ്റർ വാർഷിക മഴ മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ പടിഞ്ഞാറ് ഭാഗത്തില് പടിഞ്ഞാറ് ഭാഗം പറയുമ്പോൾ ഇവിടെ താർ മരുഭൂമി, രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗം പറയുമ്പോൾ താർ മരുഭൂമിയാണ്. അവിടെ ആകെ 25 സെന്റിമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മരുഭൂമി എന്ന് പറയുന്നത് തന്നെ എത്രയാണ്? 25 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് മരുഭൂമി എന്ന് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു. 76.2 സെന്റിമീറ്റർ വാർഷിക മഴ അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് ലഭിക്കുമ്പോൾ 25 സെന്റിമീറ്റർ താഴെ മാത്രമാണ് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗമായ താർ മരുഭൂമി പ്രദേശത്ത് മഴ ലഭിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഡിസംബറില് ശൈത്യകാലം അനുഭവപ്പെടും. ഡിസംബറില് ശൈത്യകാലം കേട്ടോ. അവിടെ അപ്പോ ഈ ശൈത്യകാലത്ത് കുറഞ്ഞ താപനില എത്രയായിരിക്കും? 5 ഡിഗ്രി സെൽഷ്യസ് ടു 10 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും കേട്ടോ. 5 ഡിഗ്രി സെൽഷ്യസ് ടു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ ശൈത്യകാലത്ത് നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും? ശൈത്യകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അല്ലെ? താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവായിരിക്കും, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ്, ഇതൊക്കെ എന്താണ്? ശൈത്യകാലത്തിൽ. അത് നമ്മുടെ ആയിട്ട് കണക്ട് ചെയ്താലും മതി കേട്ടോ. നമ്മുടെ അവിടെ ശൈത്യകാലം എങ്ങനെയാണ്? നല്ല തെളിഞ്ഞ ആകാശവും താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവും കുറഞ്ഞ ആർദ്രതയും ഇളം കാറ്റും കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആയിരിക്കും കേട്ടോ. ജനുവരി ആകുന്ന സമയത്ത് ഡിസംബറിൽ ശൈത്യകാലം, പക്ഷെ ജനുവരി ആകുമ്പോൾ അതിശൈത്യം അനുഭവപ്പെടും കേട്ടോ. ജനുവരിയിൽ അതിശൈത്യം അനുഭവപ്പെടും. ഈ ബിക്കാനീർ, അതുപോലെ തന്നെ ചുരു, സിഖാർ, ഇവിടെയൊക്കെ രാത്രി താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസിലും താഴെ താപനില വരുന്നത് എവിടെയൊക്കെ ആയിരിക്കും? ബിക്കാനീർ, ചുരു, ഇതൊക്കെ സ്ഥലപ്പേരുകളാണ് കേട്ടോ. ചുരു, സിഖാർ, ഇവിടെയൊക്കെ 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും കേട്ടോ താപനില എന്ന് പറയുന്നത്. ഫെബ്രുവരിയിൽ എന്ത് ചെയ്യും? ഫെബ്രുവരിയിൽ അതിശൈത്യം അവസാനിക്കുകയും ചെയ്യും. ഇത്രയാണ് നമുക്ക് കാലാവസ്ഥയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ കാലാവസ്ഥയെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു? മാർച്ചിൽ വേനൽക്കാലം തുടങ്ങുമെന്ന് കേട്ടിരിക്കുക കേട്ടോ. മാർച്ചിൽ വേനൽക്കാലം തുടങ്ങും പറഞ്ഞു. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, പിന്നെ ജയ്സാൽമീർ അല്ലെ, ഈ 2 പ്രദേശങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വേനൽക്കാലത്ത് ദൈനിക താപനില എന്ന് പറയുന്നത്. ആർദ്രത തീരെ കുറവായിരിക്കും. ലൂ എന്ന ഉഷ്ണക്കാറ്റും വരണ്ട പൊടിക്കാറ്റും ഒക്കെ എന്തുണ്ട്? അവിടെ കാണപ്പെടും. ജൂണിൽ വേനൽക്കാലം അവസാനിക്കും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലമായിരിക്കും. വളരെ കുറഞ്ഞിട്ട് മാത്രമേ വാർഷിക മഴ അവിടെ ലഭിക്കുകയുള്ളൂ. അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 75.2 സെന്റിമീറ്റർ താഴെ മഴയായിരിക്കും. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത്, രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താർ മരുഭൂമി പ്രദേശത്ത് 25 സെന്റിമീറ്റർ താഴെയായിരിക്കും മഴ ലഭിക്കുക. ഡിസംബറിൽ ശൈത്യകാലം തുടങ്ങും. ശൈത്യകാലം തുടങ്ങുന്ന സമയത്ത് 5 ഡിഗ്രി സെൽഷ്യസ് ടു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും താപനില. തെളിഞ്ഞ ആകാശവും താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവും കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ്, ഇതൊക്കെ എന്തായിരിക്കും? ശൈത്യകാലത്ത് ഉണ്ടാകും. പിന്നെ ജനുവരി ആകുമ്പോൾ നല്ല അതിശൈത്യം അനുഭവപ്പെടും. ബിക്കാനീർ, ചുരു, സിഖാർ എന്നീ ഭാഗങ്ങളിലൊക്കെ രാത്രി താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും കേട്ടോ. രാത്രിയാണ് കേട്ടോ. എന്താ? രാത്രി താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. ഫെബ്രുവരി ആകുമ്പോൾ എന്ത് ചെയ്യും? അവസാനിക്കും. വീണ്ടും മാർച്ചിൽ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഇനി നമുക്ക് ഈ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശത്തുള്ള മണ്ണ് എങ്ങനത്തെയായിരിക്കും? മരുഭൂമി മണ്ണായിരിക്കും അല്ലേ? മരുഭൂമി മണ്ണ് എന്ന് പറയുമ്പോൾ വരണ്ട മണ്ണ് അല്ലേ? വരണ്ട മണ്ണ്. അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വരണ്ട മണ്ണ് അല്ലേ? അതായത് ഈ മണ്ണിന് തവിട്ട് നിറമായിരിക്കും കേട്ടോ. തവിട്ട് നിറത്തിലുള്ള മണ്ണായിരിക്കും. അതുപോലെ അതിന്റെ ഘടന എന്ന് പറയുന്നത് മണൽ ഘടനയായിരിക്കും. അതുപോലെ ലവണാംശം കൂടുതലായിരിക്കും. ഉപ്പിന്റെ അംശം ആ മണ്ണിലൊക്കെ ലവണാംശം കൂടുതലായിരിക്കും. ക്ഷാരഗുണം ഉണ്ടാകും. വിളകൾക്ക് അനുയോജ്യം അല്ല. അനുയോജ്യം അല്ല. നനവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ചെറുതായിട്ടെങ്കിലും കൃഷി ചെയ്യാം കേട്ടോ. നനവ് കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും കൃഷി ചെയ്യാം. അപ്പം മരുഭൂമിയിലെ മണ്ണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനത്തെ മണ്ണാണ്? മരുഭൂമി മണ്ണായിരിക്കും. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് വരണ്ട മണ്ണ്. തവിട്ട് നിറത്തിലായിരിക്കും. അതിന്റെ ഘടന മണൽ ഘടനയായിരിക്കും. ലവണാംശം പറയുമ്പോൾ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും. ക്ഷാരഗുണമാണ്. വിളകൾക്കൊന്നും അനുയോജ്യമില്ല. ചെറുതായിട്ട് നനവ് കിട്ടുകയാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. ഇനി ഇവിടുത്തെ സസ്യജാലങ്ങൾ കേട്ടോ.
ഇവിടുത്തെ സസ്യജാലങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയായിരിക്കും? ഈ മരുഭൂമി പ്രദേശത്ത് ഉള്ള ചെടികൾ എല്ലാം നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന എല്ലാ ചെടികളും ഉണ്ടാകുമോ? ഇല്ല അല്ലേ. കള്ളിമുൾച്ചെടി അല്ലേ, കള്ളിമുൾച്ചെടി ഉണ്ടാകും. അതുപോലെ കുറ്റിക്കാടുകൾ, ഇതാണ് അവിടെ കാണപ്പെടുന്ന ചെടികൾ കേട്ടോ. വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന എന്തൊക്കെയാണ്? ഗം അറബിക് അക്കേഷ്യ, ഗം അറബിക് അക്കേഷ്യ, അതുപോലെ യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ കിഴക്കൻ കുന്നുകളിൽ കാണപ്പെടാറുണ്ട് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തൊന്നുമല്ല, കിഴക്കൻ കുന്നുകളിൽ കേട്ടോ. അപ്പോൾ പൊതുവായിട്ട് മരുഭൂമി പ്രദേശത്ത് കള്ളിമുൾച്ചെടികളും കുറ്റിക്കാടുകളാണ് കാണപ്പെടുന്നത്. പക്ഷെ ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഈ അരാവലി പർവ്വതനിര, അവിടെയാണ് നമ്മൾ പറഞ്ഞ വെള്ളത്തിന്റെ അംശം പറഞ്ഞത് അല്ലേ, അവിടെ കുറച്ചെങ്കിലും വരൾച്ച പ്രതിരോധിക്കാൻ കഴിയുന്ന ഗം അറബിക് അക്കേഷ്യയും യൂഫോർബിയ എന്നിങ്ങനെയുള്ള സസ്യങ്ങൾ അവിടെ കാണപ്പെടാറുണ്ട്. ഇനി ജന്തുജാലങ്ങൾ, ഏതൊക്കെ ജന്തുജാലങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും? മെയിനായിട്ട് നമ്മൾ പറയാം, രാജസ്ഥാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഒട്ടകത്തിനെ എടുക്കും അല്ലേ. അതുപോലെ തന്നെ നിരവധി പക്ഷികള്, ഉരഗങ്ങള്, വന്യമൃഗങ്ങള്, തേളുണ്ടല്ലോ, തേളുകൾ കേട്ടോ, തേളുകള്, പിന്നെ കീരി, അതുപോലെ തന്നെ ചുവന്ന കുറുക്കൻ, പിന്നെ ചിങ്കാരമാന്, ഫാൽക്കൺ, പിന്നെ പുള്ളിപ്പരുന്ന കേട്ടോ, പിന്നെ ഇന്ത്യൻ ബസ്റ്റാർഡ്, ഇതൊക്കെ SCRT കിടക്കുന്നതാണ്. ഇന്ത്യൻ ബസ്റ്റാർഡ്, പിന്നെ ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച, ഇതൊക്കെ കാണപ്പെടുന്ന ജന്തുജാലങ്ങളാണ് കേട്ടോ. പിന്നെ ജനജീവിതം നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിലെ ജനജീവിതം ഉണ്ടാവുമോ? എങ്ങനെയാണ് മോഹൻലാലിന്റെ ഡയലോഗ് പറയുന്നത്? രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടലേ എന്ന് പറഞ്ഞ പോലെ ജനജീവിതം വളരെ കുറവാണ് അല്ലേ. ജനജീവിതം മമ്മൂട്ടിയാണ് അത് പറയുന്നത്, ആരാണ്? മോഹൻലാലോ? ആരാണല്ലേ? വളരെ കുറവ് അല്ലേ. ഇനി നമുക്ക് കൃഷിയെ കുറിച്ച് നോക്കട്ടെ. കഴിയാനായി കൃഷി. ഇവിടുത്തെ കൃഷി എങ്ങനെയായിരിക്കും? ഇവിടുത്തെ കൃഷി ധാരാളം ഉണ്ടാകുമോ രാജസ്ഥാനില്? ഉണ്ടാവില്ല അല്ലെ. ബജ്ര, ജോവർ, പിന്നെ ഗോതമ്പ്, പിന്നെ ചോളം, പിന്നെ തിനവർഗങ്ങള്, പിന്നെ നിലക്കടല, പരുത്തി, ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി, വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചോട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി ഏതാണ്? കേട്ടിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ പദ്ധതി അല്ലേ. അതായത് ഈ കനാൽ പദ്ധതി അത് നിലവിൽ വരുമ്പോൾ രാജസ്ഥാൻ കനാൽ പദ്ധതി എന്നാണ് ഇട്ടത്. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ നാമകരണാർത്ഥം പിന്നെ എന്ത് ചെയ്യാണ്? അവരുടെ നാമകരണാർത്ഥം പേര് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. രാജസ്ഥാൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് പേര് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. താർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് രാജസ്ഥാൻ കനാല് വന്നത് കേട്ടോ. താർ മരുഭൂമിയുടെ, ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. താർ മരുഭൂമിയുടെ ജലസേചനത്തിന് കേട്ടോ, താർ മരുഭൂമിയുടെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഏത് വന്നത്? ഈ രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാല് നിലവിൽ വന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ ഉത്ഭവം, ഈ കനാലിന്റെ ഉത്ഭവം, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഇന്ദിരാഗാന്ധി കനാലിന്റെ ഉത്ഭവം, അതായത് ഈ ലെസൺ വായിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഈ ഇന്ദിരാഗാന്ധി കനാലിന്റെ ഉത്ഭവം പഞ്ചാബ് ഉണ്ടല്ലോ, പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ് കേട്ടോ. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അതുപോലെ തന്നെ ഈ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ, ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജലം
വിതരണം ചെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങൾക്കൊക്കെ ജലവിതരണം എവിടെ നിന്നാണ്? ഇന്ദിരാഗാന്ധി കനാലിൽ നിന്നാണ്. അതുപോലെ ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വരണ്ട പ്രദേശമാണ് അല്ലേ? അവിടെ 8 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുടിവെള്ളം സാധ്യമാക്കുന്നതും ഇതിലൂടെയാണ് കേട്ടോ. ഈ കനാൽ പദ്ധതിയിലൂടെയാണ്. കാർഷികോൽപാദനം, ഈ ഇന്ദിരാഗാന്ധി കനാൽ വന്നതോട് കൂടിയിട്ട് കാർഷികോൽപാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു അല്ലേ? കാർഷികോൽപാദനം കാരണം ജലസേചനം ഉണ്ട് അല്ലേ? അപ്പൊ കാർഷികോൽപാദനം വർദ്ധിച്ചു. ഈ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ അതിലൊരു കാർഷിക ഇതായിരുന്നു ഏത്? തീറ്റപ്പുല്ലുണ്ടല്ലോ. ഈ തീറ്റപ്പുല്ലിന്റെ ഉൽപാദനം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ നല്ലവണ്ണം വളർന്നു വന്നുകൊണ്ട് മൃഗപരിപാലനം എന്ത് ചെയ്തു? കൊണ്ടുവരാനായിട്ട് മൃഗപരിപാലനം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കാരണം തീറ്റപ്പുല്ലിന്റെ വർധനവോട് കൂടിയിട്ട് കേട്ടോ. അപ്പൊ താർ മരുഭൂമിയിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ദിരാഗാന്ധി കനാല് അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. താർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ട് രാജസ്ഥാൻ കനാല് വന്നത്. പിന്നെ അതിന്റെ ഉത്ഭവം പഞ്ചാബിലെ ഹരിക്കെ ബാരേജ് എന്ന പ്രദേശത്ത്, ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീറിലൊക്കെ ജലവിതരണം ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് 8 ജില്ലകളിൽ കുടിവെള്ളം സാധ്യമാക്കുന്നുണ്ട്. കാർഷികോൽപാദനം ഇതുമൂലം ഗണ്യമായി വർദ്ധിച്ചു. തീറ്റപ്പുല്ല് അതൊക്കെ നമുക്ക് അവിടെ അവർക്ക് എന്താ പറയാ കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ? ജലസേചനം ഉള്ളത് കൊണ്ട്. അപ്പൊ മൃഗപരിപാലനം ഒക്കെ അവിടെ സാധ്യമാക്കി കേട്ടോ. ഇനി നമുക്ക് ഈ മൃഗപരിപാലനം പഠിക്കുകയാണെങ്കിൽ മൃഗപരിപാലനം പഠിക്കുമ്പോൾ നമ്മുടെ മൊത്തം ഇന്ത്യ രാജ്യത്തിന്റെ 10% മൃഗപരിപാലനം, ബാക്കി 90% മറ്റു സംസ്ഥാനങ്ങളായിട്ട്, ബാക്കി 10% എവിടെ തന്നെയാണ്? രാജസ്ഥാനിൽ തന്നെ കേട്ടോ. ആടില്ലേ, ആട്, ഒട്ടകം, ചെമ്മരിയാട് ഉണ്ടല്ലോ. ആട്, ഒട്ടകം, ചെമ്മരിയാട്, പശു. നമുക്ക് ജോലി കിട്ടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് പോവാട്ടോ. രാജസ്ഥാനിലേക്ക് പോവാം. നിങ്ങൾ പറയണം കേട്ടോ, ഡേറ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചുവന്ന കുറുക്കനൊക്കെ നമുക്കൊക്കെ കാണണ്ടേ? പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരില്ല തോന്നുന്നില്ല, ജോലിക്ക് ജോയിൻ ചെയ്യാൻ വരില്ല. ആട്, ഒട്ടകം, ചെമ്മരിയാട്, പശു, എരുമ ഇതൊക്കെ എന്താണ്? ഈ മൃഗപരിപാലനത്തിൽ അവിടെ ഉൾപ്പെടുന്നത്. ഈ മൃഗങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. നമുക്ക് പോകേണ്ടി വരുമോ മരുഭൂമി? രാജസ്ഥാനില് ഖനനം, മരുഭൂമിയിൽ ഖനനം നടക്കുന്നുണ്ട്. അവിടെ പഠിക്കേണ്ടത് നമ്മുടെ കേരളത്തില് ഇപ്പൊ നമ്മളൊക്കെ വീട് കെട്ടുമ്പോൾ ടൈൽ ഇടണോ, മാർബിൾ ഇടണോ, ഗ്രാനൈറ്റ് ഇടണോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദ്യം വരും അല്ലേ? അപ്പൊ എന്നാൽ മാർബിൾ എന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ പറയില്ലേ? ഈ കേരളത്തിൽ ഒരുപാട് മാർബിൾ ശേഖരം ഉണ്ട് അല്ലേ? ഈ മാർബിൾ ശേഖരം ഒക്കെ എവിടെ നിന്നാണ് അറിയത്തുന്നത്? രാജസ്ഥാനിൽ നിന്നാണ് കേട്ടോ. കേരളത്തിലുള്ള മുക്കാലും മാർബിൾ, അതായത് 100-ൽ 99% അല്ലെങ്കിൽ 98% എന്നൊക്കെ പറയാം. അത് മുഴുവൻ എത്തുന്നതും രാജസ്ഥാനിൽ നിന്നുള്ള മാർബിളാണ്. ഓക്കെ, രാജസ്ഥാനിൽ നിന്നുള്ള മാർബിളാണ് കേട്ടോ. അതില് മെയിൻ ആയിട്ടുള്ള മാർബിളാണ്, പഠിച്ചോ കൂട്ടുകാരെ, മക്രാന മാർബിൾ. മക്രാന മാർബിൾ ലോക പ്രശസ്തമായിട്ടുള്ള മാർബിളാണ് മക്രാന മാർബിൾ. ചോദ്യം വരും, നോക്കിക്കോ. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ വന്ന് പറയും, ഈ ക്ലാസ്സിന്റെ അടിയിൽ വന്നിട്ട് മിസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഉറപ്പാണ്. ലോക പ്രശസ്തമായിട്ടുള്ള രാജസ്ഥാനിലെ മാർബിൾ ഏത്? മക്രാന മാർബിള്. ഈ മക്രാന മാർബിളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം? നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ ലെസൺ ഒന്നും പഠിക്കാതെ നമ്മൾ എവിടേക്കാ പോയിട്ട് എന്ത് എക്സാം എഴുതിയിട്ട് ജയിക്കോ? ഇല്ല. മക്രാന മാർബിളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ മാർബിൾ കൊണ്ടാണെന്നാണ്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ മക്രാന മാർബിൾ കൊണ്ടാണ് കേട്ടോ. പിന്നെ ലെഡ്, സിങ്ക്, ഇതൊക്കെ ഖനനം ഉണ്ട് കേട്ടോ രാജസ്ഥാനിലെ. ലെഡ്, സിങ്ക്, വെള്ളി, പിന്നെ ചെമ്പ്. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, പിന്നെ മാംഗനീസ്. പിന്നെയെന്ന് പറഞ്ഞിട്ട് മിസ്സേ പറഞ്ഞത് കൊണ്ടോ ഞങ്ങൾക്കറിയില്ല. മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പ് കല്ല്. ഓക്കേ, ഇത്രയും കാര്യങ്ങൾ അവിടെ ഖനനമുണ്ട്. മക്രാന മറക്കരുത്. രോഹി മറക്കോ ഇല്ല. താലി മറക്കോ ഇല്ല. ദ്രിയാൻ മറക്കോ ഇല്ല. ഓക്കെ, എക്സ്ട്രാ പോയിന്റുകളാണ്. പിന്നെ ഇവിടെ ഒരു കരകൗശല വ്യവസായം നടക്കുന്നുണ്ട് കേട്ടോ. രാജസ്ഥാനിലെ കരകൗശല വ്യവസായം. ഞാൻ ടോപ്പിക്ക് ഞാൻ ഇരുന്ന് ഓരോരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു തോന്നില്ല. ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് അതിൽ നിന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടാ പോണത്. അപ്പൊ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ ക്ലാസ് എടുത്തു തരുന്നില്ലേ? ഖനനത്തിൽ അവിടെ എന്തൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ സസ്യജാലങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ മൃഗപരിപാലനം എന്ത് പറയുന്നുണ്ട്, അവിടുത്തെ ജലസേചനം എന്ത് പറയുന്നു, ഇതെല്ലാം ടോപ്പിക് ഇങ്ങോട്ട് എടുത്ത് ഞാൻ പോയിന്റ് വായിച്ച് നോട്ട് എഴുതി ഉണ്ടാക്കി ആ
നോട്ടിനെയാണ് നിങ്ങൾക്ക് പറയുന്നത്. ലെസൺ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അറിയില്ല, ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ എഴുതി പറഞ്ഞു തരുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. എന്നാൽ ഞാൻ ആ ടെക്സ്റ്റ് അതേപോലെ എടുത്തിട്ട് നമുക്ക് പറഞ്ഞുതരാം. എനിക്ക് എളുപ്പം അതാണ്, നമുക്ക് ഇരുന്ന് വായിച്ചിട്ട് അടയാളപ്പെടുത്തി കൊണ്ട് പോകുക വേണ്ടല്ലോ, എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് എടുത്തു തരുന്നില്ലേ. ഇവിടെ ടോപ്പിക്ക് ഞാൻ ആദ്യം എഴുതി നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ. സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ട് ഇതാക്കട്ടെ. ചെറിയ എഫേർട്ടൊന്നും അല്ല എടുക്കണം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക അതിന് ടൈറ്റ്നസ് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കരകൗശല വ്യവസായം ഉണ്ട്. ഇവിടുത്തെ കരകൗശല വ്യവസായം എന്താന്ന് പറയുക, രാജസ്ഥാനിലെ തുകലാണ് കേട്ടോ. തുകലാണ് മെയിൻ ആയിട്ടുള്ള കരകൗശല വ്യവസായം. ഇനി ഇവിടെ ഊർജോൽപാദനം നടക്കുന്നുണ്ട്. ഊർജോൽപ്പന്നം കണ്ട് ഞാൻ ഓരോരോ ടോപ്പിക് ആയിട്ടല്ലേ എടുത്ത് പറയുന്നത്, എല്ലാം കൂടി മിക്സഡ് ആക്കി പറഞ്ഞിരുന്നില്ലല്ലോ. ഊർജോൽപാദനം നടക്കുന്നുണ്ട്. ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഉണ്ട് കേട്ടോ. ധാരാളം കാറ്റാടിപ്പാടങ്ങൾ എവിടെയുണ്ട്? രാജസ്ഥാൻ മരുഭൂമിയിലുണ്ട്. അതുപോലെ സോളാർ പാനൽ ഇല്ലേ, സോളാർ പാനല് അതിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോളാർ പാനൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉപ്പ് കലർന്നിട്ടുള്ള ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പ് കലർന്ന ജലത്തിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അതേപോലെ അങ്ങോട്ട് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ വിനോദസഞ്ചാരം പഠിക്കാം കേട്ടോ. വിനോദസഞ്ചാരം, ഇവിടുത്തെ വിനോദസഞ്ചാരം എന്താണെന്നറിയോ? രാജസ്ഥാൻ മരുഭൂമിയിലെ വിനോദസഞ്ചാരം ഏതൊക്കെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങള്? ഹവ്വാ മഹൽ ഇല്ലേ, ഹവ്വാ മഹല് രാജസ്ഥാനിലാണ്. പിന്നെയോ അജ്മീർ ഫോർട്ട്, അജ്മീർ ഫോർട്ട്. പിന്നെ നിങ്ങൾ പറയാൻ കഴിയുന്നുണ്ടോ നോക്കട്ടെ. പിന്നെ ദിൽവാര ജൈൻ ക്ഷേത്രം, ദിൽവാര ജൈൻ ക്ഷേത്രം. പിന്നെ പിന്നെ റണക്പൂർ ജൈൻ ക്ഷേത്രം. ചോദ്യം വന്നാലോ, ദിൽവാര ജൈൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. റണക്പൂർ ജൈൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജസ്ഥാൻ. അജ്മീർ ഫോർട്ട് രാജസ്ഥാൻ, ഹവാ മഹൽ രാജസ്ഥാൻ. ഇനി വേനൽക്കാലോ ഇല്ലേ, വേനൽക്കാലത്ത് കഴിഞ്ഞിട്ടോ, വിനോദസഞ്ചാരം കഴിഞ്ഞു. ഇത്രയും പോയിന്റേ ഉള്ളൂ അതില് കേട്ടോ. ഇനി വേനൽക്കാലത്ത് രാജസ്ഥാനിലെ ചൂട് എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് എന്ന് പറയില്ലേ, അപ്പൊ ഞാനത് അതിൽ നിന്നും പിക്ചർ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ കേട്ടോ. നെയ്സ് എന്താണ്? എവിടെ നമ്മൾ ഗ്രാനൈറ്റ് നെയ്സും ഷിസ്റ്റിനെ കുറിച്ചിട്ട് പഠിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് എന്താണ്, എവിടെയാടാ പഠിച്ചത്? നിങ്ങൾക്കൊന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചു എന്നാണ്. എന്താണ് നമ്മൾ പഠിച്ചത്? മരുസ്ഥലി ബാഗർ പഠിച്ചില്ലേ? താർ മരുഭൂമിയുടെ 2 ഡിവിഷൻസ് പഠിച്ചില്ലേ? മരുസ്ഥലി ബാഗറും അതേപോലെ രാജസ്ഥാൻ ബാഗർ. മരുസ്ഥലി ബാഗറിൽ പറഞ്ഞില്ലേ, ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകളാൽ തടശിലകളാൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ എവിടെയുണ്ട്? മരുസ്ഥലി ബാഗറിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഗ്രാനൈറ്റും നൈസ്, ഷിസ്റ്റിനെ കുറിച്ചിട്ട് ഇവിടെ ആ ലെസണിൽ പറയുന്നുണ്ട്. അപ്പൊ ഭൗമ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഇതാണ് ഗ്രാനൈറ്റ് ശില. നൈസ് നോക്കൂ, ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസ്. ഇനി ഷിസ്റ്റ് എന്താണ്? മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. വരും കേട്ടോ, എക്സാമിന് വരുമ്പോഴല്ല, മെയിൻ എക്സാമിന് ഇത് വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ എന്താണ് ഈ കായാന്തരീകരണം പറയുന്നത്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് കായാന്തരീകരണം സംഭവിച്ചിട്ടാണ്. എന്താണ് കായാന്തരീകരണം? ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ കേട്ടോ, ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ പഠിച്ചല്ലോ. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ്. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നെയ്സ്. നെയ്സായിട്ട് എന്ത് ചെയ്യും? ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ നെയ്സായിട്ട് ആൾ രൂപം കൊള്ളുന്നത് അല്ലേ, നെയ്സ്. ഇനി ഷിസ്റ്റ് എന്താണ്? അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ഷിസ്റ്റ്.
പിന്നെ ഇതിൽ ഞാൻ എഴുതി തന്ന നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതോടെ നമ്മുടെ ഈ ലെസൺ അവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. നോക്കൂ, ഇത് ഞാൻ എഴുതി തന്നിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരില്ല. നോക്കൂ, അപവഹന പ്രക്രിയയിലൂടെ, അതായത് ഈ രാജസ്ഥാൻ മരുഭൂമി പ്രദേശം മനസ്സിൽ കണ്ടേ, ആ മരുഭൂമിക്ക് അങ്ങോട്ടും നമ്മുടെ ആടുജീവിതത്തിലേക്ക് കണ്ടില്ലേ നമ്മൾ, അത് അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ. എന്നാലും വേറെ ഏതെങ്കിലും സിനിമകളിലൊക്കെ ഏതാണ് മരുഭൂമി, നമ്മുടെ ഏതാണ് മോഹൻലാലിന്റെയും മുകേഷിന്റെയും എന്താണ് ഭാവനയായിട്ട് എന്താണ് ഏതാണ് സിനിമ, അവര് ആ മരുഭൂമിയിലൂടെയൊക്കെ പോകുന്നില്ലേ, ആ സിനിമയുടെ പേര് മറന്നു, ഏതോ ആണ്. ആ മരുഭൂമിയിൽ കിടന്നിട്ട് ഇതാകുന്നില്ലേ. അപ്പൊ ആ മരുഭൂമിനെ ഒന്ന് പിക്ചർ മനസ്സിൽ വെക്കാണ് കേട്ടോ. അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മരുഭൂമികളിൽ രൂപപ്പെടാറുണ്ട് കേട്ടോ. മരുഭൂമിയിൽ കേട്ടോ. അപവഹന പ്രക്രിയയുടെ ശ്രദ്ധിക്കണം, അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മരുഭൂമികളിൽ രൂപപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് ഈ 3 പാരഗ്രാഫിലായിട്ട് പറയുന്നത് കേട്ടോ. അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഈ അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. അതിന്റെ പിക്ചർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കൂ, അപ്പോൾ ഡിഫ്ലേഷൻ ഹോളോസ് അല്ലെങ്കിൽ അപവഹന ഗർത്തം പഠിച്ചു. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികൾ, അപ്പൊ കാറ്റ് വീശുന്നത് മനസ്സിൽ കാണുക, മണൽത്തരികൾ നോക്കുക. അപ്പൊ എന്ത് ചെയ്യും, മറ്റ് ശിലാപദാർത്ഥങ്ങളും ഒക്കെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായിട്ട് ഒരു അതായത് നല്ല ശക്തമായിട്ട് കാറ്റ് വീശുമ്പോൾ ഈ മരുഭൂമിയിലുള്ള മണലും അവിടുത്തെയുള്ള ശിലാപദാർത്ഥങ്ങളും ഒക്കെ എന്ത് ചെയ്യും, മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടാവും അല്ലെ, ശിലകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടാവും. ആ ശിലകളിൽ വന്ന് തട്ടുകയാണ് അല്ലെ, ശക്തിയായിട്ട് ഉരസിപ്പോകും. അപ്പൊ ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് വിളിക്കുന്നു കേട്ടോ. ഇത് രണ്ടാമത്തേത്, ഇത് ഒന്നാമത്തെ. ഇനി കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. കാറ്റിന് ഈ ശിലാപദാർത്ഥങ്ങളുടെ വലിപ്പത്തിന്, ഇപ്പൊ ചെറിയൊരു ശിലാപദാർത്ഥത്തിന് ഉയർത്തുന്ന പോലെ വലുതിനെ പറ്റുമോ, പറ്റില്ല അല്ലെ. ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ 3 പോയിന്റ്, കൂൺശില എന്താണെന്നും എന്താണ് അപഘർഷണം, തേയ്മാനം സംഭവിക്കുമ്പോൾ അപഘർഷണം സംഭവിക്കുന്നത് കേട്ടോ. അതുപോലെ അപവഹന പ്രക്രിയയുടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നതിനെ ഡിഫ്ലേഷൻ ഹോളോസ് എന്നും അറിയപ്പെടുന്നു. പിന്നെ കൂൺശിലകൾ. ഓക്കെ ആയല്ലോ. അപ്പൊ നമ്മൾ ഈ ലെസണിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒന്നും താഴെ കുറച്ച് പേര് മാത്രം, കുറച്ച് പേര് മാത്രമാണ് താഴെ കമന്റ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് കണ്ട് അതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പൊയ്ക്കൂടെ നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഇന്ന് എടുത്ത ലെസൺസ് മണലാരണ്യത്തിലൂടെ എന്ന ലെസൺ ആണ് അല്ലേ. അതിൽ നമ്മൾ എന്താണ് മരുഭൂമി എന്ന് പറഞ്ഞു, താർ മരുഭൂമിയെ കുറിച്ചിട്ട് പഠിച്ചു, മരുഭൂമി എന്താണെന്നൊക്കെ പഠിച്ചു, എന്താണ് ഒരു മരുഭൂമി അത് പഠിച്ചു, താർ മരുഭൂമി കുറിച്ച് പഠിച്ചു, താർ മരുഭൂമിയുടെ 2 ഡിവിഷൻസ് പഠിച്ചു, മരുസ്ഥലിയും രാജസ്ഥാൻ ഭാഗറും പഠിച്ചു, പിന്നെ ഗ്രാനൈറ്റ് പഠിച്ചു, നെയ്സ് പഠിച്ചു, ഷിസ്റ്റ് പഠിച്ചു, പിന്നെ മരുഭൂമിയിലെ മരുപ്പച്ചകള്, കാലാവസ്ഥ, പിന്നെ മണ്ണ്, അവിടുത്തെ സസ്യജാലങ്ങൾ, അവിടുത്തെ ജന്തുജാലങ്ങൾ, അവിടുത്തെ ജനജീവിതം, അവിടുത്തെ കൃഷി, മൃഗപരിപാലനം, ഖനനം, കരകൗശല വ്യവസായം, ഊർജ ഉൽപാദനം, വിനോദസഞ്ചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഓരോന്ന് ഞാൻ അതിൻ്റെ ഹെഡിങ് പറഞ്ഞിട്ട് തന്നെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. 1 മണിക്കൂറായി അല്ലേ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കുറേ പോയിന്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊരു ടോപ്പിക്ക് തന്നെ പഠിക്കാനുണ്ട്, ഇന്ത്യൻ മരുഭൂമി. അപ്പൊ ഇത് ടോപ്പിക് അവിടെ കംപ്ലീറ്റഡ് കേട്ടോ. അപ്പോൾ SCERT ഒക്കെ നന്നായിട്ട് പഠിച്ചു മാറ്റിയാൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫിനൊക്കെ നമുക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഓൾറെഡി 58 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. 58 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. 58 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 58 എക്സാമാണ്, PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് യൂസ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് 2024 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നാളെ വീണ്ടും എന്ത് ചെയ്യുക, പുതിയ ലെസണായിട്ട് അല്ല പുതിയ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വരാം. 24 വേഗം എല്ലാം തീർത്തിട്ട് വേണം നമുക്ക് 2023
ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെറിയ കാര്യമില്ല കേട്ടോ. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. മാർക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടുകാരൊന്ന് ജോയിൻ ചെയ്യോ? ജോയിൻ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.